ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 135 വേൽ നാമായി കൂടെയോ. ഭാഗം 135 വേൽ നാമായി കൂടെയോ ഇവിടെ ആരംഭിക്കുന്നു. ഒരു കാലത്ത് ശിവഗിരിയിലെ കുന്നിൻ ചെരുവിൽ ഒരു സ്വർണവേൽ വെച്ച് ചില ഭക്തന്മാർ പൂജിച്ചു വന്നിരുന്നു. രഹസ്യമായി തുടങ്ങിയ ആ പൂജ പിന്നീട് ഗുരുദേവൻ്റെ ശ്രദ്ധയിലും പെടുകയുണ്ടായി. എന്നാൽ ശിവഗിരിയിൽ പതിവായി എത്താറുണ്ടായിരുന്ന ഒരു ഗുരുഭക്തന് ആ സ്വർണവേൽ ശിവഗിരിയിൽ വെച്ച് പൂജിക്കുന്നത് ഒട്ടും ഇഷ്ടമായില്ല. സാക്ഷാൽ തൃപ്പാദങ്ങൾ ഇവിടെയുള്ളപ്പോൾ തൃപ്പാദങ്ങളുടേതല്ലാത്ത ഒരു വിഗ്രഹത്തെ വെച്ച് പൂജിക്കുന്നത് ഗുരുദേവനോടുള്ള ഭക്തി കൊണ്ടല്ലെന്ന സങ്കല്പമായിരുന്നു അതിന് കാരണം. അയാൾ ഒരു ദിവസം ആരും കാണാതെ ആ വേൽ എടുത്ത് കുന്നിൻ്റെ മറുഭാഗത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അതിനുശേഷം അയാൾ ഗുരുദേവൻ്റെ ഒരു പാതുകമെടുത്ത് ആ വേൽ ഇരുന്നിരുന്ന അതേ സ്ഥാനത്ത് കൊണ്ടുവയ്ക്കുകയും അതിൽ പൂജ നടത്തുകയും ചെയ്തു. ആ വിവരമറിഞ്ഞ് മറ്റു ഭക്തന്മാർ അയാളെ ചോദ്യം ചെയ്തു. എടുത്തെറിഞ്ഞ വേൽ കണ്ടെത്തി പഴയ സ്ഥാനത്ത് ഉടൻ കൊണ്ടുവയ്ക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അയാൾ അതിന് വഴങ്ങാതെ വന്നപ്പോൾ എല്ലാവരും ചേർന്ന് ബലമായി അയാളെ പിടിച്ചു ഗുരുദേവന് മുന്നിൽ ഹാജരാക്കി. അയാൾ ചെയ്ത അപരാധത്തിന് അപ്പോൾ തന്നെ തക്കതായ ശിക്ഷ ഗുരുദേവനിൽ നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് അവർ അവിടെ നിൽപ്പായി. ഗുരുദേവൻ അയാളോട് ചോദിച്ചു, ആ വേൽ എന്തിനായിട്ട് എടുത്തു കളഞ്ഞു? ഭക്തൻ, തൃപ്പാദ വിഗ്രഹമല്ലാതെ മറ്റൊന്നും പൂജിച്ചുകൂടെന്നാണ് അടിയങ്ങളുടെ വ്രതം. ഗുരുദേവൻ, അപ്പോൾ പാതുകമോ? ഭക്തൻ, അത് തൃപ്പാദ സങ്കല്പമായി വെച്ചിരിക്കുകയാണ്. ഗുരുദേവൻ, ആ പാതുകം നാം ആകാമെങ്കിൽ വേൽ നാമായി കൂടെയോ? ഗുരുദേവൻ്റെ ആ തിരുവാക്കുകൾ കേട്ട ഉടൻ അയാൾ കുറ്റിക്കാട്ടിലേക്ക് ഓടി അവിടേക്ക് എറിയപ്പെട്ടിരുന്ന വേൽ തിരയുവാൻ തുടങ്ങി. നാരായണ ഗുരുവേ, എൻ്റെ സത്യപ്രകാശമേ നീ, പാരിൽ പ്രകാശമേകാൻ പിറന്നൊരു വാഴമലരല്ലേ നീ. നാരായണ ഗുരുവേ, എൻ്റെ സത്യപ്രകാശമേ നീ, പാരിൽ പ്രകാശമേകാൻ പിറന്നൊരു വാടമലരല്ലേ നീ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 135 വേൽ നാമായി കൂടെയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.